Hi all, welcome to my cooking video. ഇന്നത്തെ വീഡിയോയിൽ ഒരു എഗ് മപ്പാസ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അത് നിങ്ങളുടെ കയ്യിൽ ഏത് മുട്ടയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് താറാവിൻ്റെ മുട്ട വെച്ചാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാൻ ഇവിടെ കുറച്ച് മസാലാസ് വെച്ചിട്ടുണ്ട്. ആ മസാല നമുക്ക് ഞാൻ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. അത് ഒരു ബൗളിലേക്ക് മാറ്റുക. പിന്നെ ഇത് 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് പെരിഞ്ജീരക പൗഡർ, ഫെനൽ സീഡ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പെപ്പർ പൗഡർ, ഒരു 1 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത് നമ്മൾക്ക് ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒന്ന് കുതിർത്ത് വെക്കാം. അതായത് ഈ മസാലകളെല്ലാം അല്പം വെള്ളത്തിനകത്ത് നന്നായിട്ട് കുതിർത്ത് നമുക്ക് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. കടായി വെക്കുക. ചൂടായതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ, കോക്കനട്ട് ഓയിലാണ് ഞാൻ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂണ് ഇഞ്ചി, ഇത് രണ്ടും നല്ലതായിട്ട് മൂത്ത മണം വരുന്നത് വരെ വഴറ്റുക. ഇതിൻ്റെ റോസ് സ്മെല്ല് മാറിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സ്ലൈസ് ചെയ്തതായ അനിയന് ആഡ് ചെയ്യുക. ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് വഴറ്റുക. കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്തിടുക. ഇത് നന്നായിട്ട് എന്താ പറയുക, വെന്ത് ഉടയുന്നിടം വരെ ഇത് വഴറ്റിയെടുക്കുക. ടൊമാറ്റോ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ അനുസരിച്ച് മുളക് ചേർക്കുക. ഞാനിവിടെ 3 ചില്ലി സ്ലിറ്റ് ചെയ്തതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് അല്പം കറി ലീഫ് ആഡ് ചെയ്തു. ഒന്ന് വഴന്നോട്ടെ. പച്ചമുളകും കറി ലീഫും പിന്നെ ടൊമാറ്റോയും എല്ലാം അതിൻ്റെ കറക്റ്റ് ഇതിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും ചെയ്യാനായിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല നമ്മൾ നോർമൽ വാട്ടറിനകത്ത് സോക്ക് ചെയ്ത് വെച്ചത് അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാൻ അതിനകത്ത് ഒരല്പം വെള്ളം കൂടെ, ഒരു 3 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ ആഡ് ചെയ്തു. ഈ
ഇത് നല്ലതായിട്ട് ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റുക. ഒരു 3 മിനിറ്റ്സിൻ്റെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ 3 മിനിറ്റ്സ് കഴിഞ്ഞു. മസാലയുടെ മണമെല്ലാം റോ സ്മെല്ലെല്ലാം മാറി. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ സോൾട്ട് ചേർക്കാം. പിന്നെ ഇങ്ങനെ ചേർക്കുന്നതിന് മുമ്പ് സോൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റുന്ന സമയം വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഞാൻ അന്നേരം ചേർത്തില്ല, അതുകൊണ്ടാണ് ഇപ്പം. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് കോക്കനട്ട് തിൻ മിൽക്ക്, കട്ടി കുറഞ്ഞ തേങ്ങയുടെ പാല് 1.25 കപ്പ് ഞാൻ ഇതിനോട് ചേർക്കുന്നു. ഇത് വേണ്ടാന്ന് ഉള്ളവർക്കാണെങ്കിൽ ഇതിന് പകരം അത്രയും നല്ല തിളപ്പിച്ച വെള്ളം, ബോയിൽഡ് വാട്ടർ ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഈ ഗ്രേവി ഒന്ന് കുക്കാക്കുക. ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ളതായ മുട്ട ഇടുക. ഞാൻ 4 എഗ്ഗാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു 4 മിനിറ്റ്സിലേക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇപ്പം 4 മിനിറ്റ്സ് കഴിഞ്ഞു. മാറ്റി ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ട 1 കപ്പ് തിക്ക് കോക്കനട്ട് മിൽക്ക്, 1-ാം പാല്, തേങ്ങ ഒന്നാം പാല്, അത് തന്നെ, അത് ഒഴിക്കുക. ഇനി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണല്ലോ, ഇത് നമുക്ക് അധികമായിട്ട് തിളപ്പിക്കാനായിട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ചുറ്റിയെടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മുട്ട പൊടിയാൻ പാടില്ലല്ലോ. ഒരു 2 സെക്കൻഡ്സ് ഇരിക്കട്ടെ, എന്നിട്ട് ഞാനിത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിപ്പോൾ 2 മിനിറ്റ്സ് കഴിഞ്ഞു. ഞാനിത് എങ്ങോട്ടൊന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് എടുക്കാം. അതിന് വേണ്ടതായ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 3 ഉണക്കമുളക് ഇടുക. ആവശ്യത്തിന് കറി ലീഫ് ഇടുക. അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു 1/4 ടീസ്പൂണ് പെരുംജീരകത്തിൻ്റെ പൊടി. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിക്കുക. ഇനി അങ്ങനെ നമ്മുടെ കറി റെഡിയായി. ഇത് ഉടനെ നമ്മൾ ഉപയോഗിക്കരുത്. ഇത് കുക്ക് ചെയ്ത ശേഷം ഒരു മിനിമം 10 മിനിറ്റ്സ് എങ്കിലും വെച്ച വെസലിനകത്ത് അടച്ച് വെച്ച ശേഷമേ നമ്മൾ കറി യൂസ് ചെയ്യാവുള്ളൂ. നമ്മുടെ എഗ് മപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഇത്
നമുക്ക് പുട്ട്, ഇടിയപ്പം, അപ്പം, പിന്നെ പൊറോട്ട, ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയായ ഒരു ഡെലീഷ്യസ് കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് തരണം. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.